ഹായ് ഓൾ ഗുഡ് ഈവനിങ്. നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് മലയാളം 10ാം ക്ലാസ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ചിത്രകാരി. ഈ ചിത്രകാരിയിലെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എൻ്റെ മോളൊരു പെയിന്റ് അടിക്കാരി ആവാൻ ഞാൻ സമ്മതിക്കില്ല. ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്ന ഫിസയുടെ ഉപ്പയുടെ മനോഭാവം എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പൊ ഈ ചിത്രകാരി എന്ന് പറയുന്ന ആ ഒരു കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ഫിസ. സോ ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് അത് തന്നെ എഴുതാം. ചിത്രകാരി എന്ന് പറയുന്ന കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ഫിസ. അത് ആദ്യ പോയിന്റ് ആയിട്ട് തന്നെ എഴുതാം. കലയോട് വളരെ താല്പര്യമുള്ള ഒരു കഥാപാത്രമാണ് ഫിസ. അതായത് വരയ്ക്കാനുള്ള കഴിവ് ജന്മനാ ലഭിച്ച ഒരു കഥാപാത്രമാണ് ഫിസ എന്ന് പറയുന്നത്. പക്ഷെ അവളുടെ അച്ഛൻ, എൻ്റെ മോളൊരു പെയിന്റ് അടിക്കാരനാകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് അച്ഛൻ പറയുമ്പോൾ അച്ഛന്റെ ഒരു യാഥാസ്ഥിക അല്ലെങ്കിൽ ഇടുങ്ങിയ മനോഭാവമാണ് അവിടെ കാണുന്നത്, ഇല്ലേ? അദ്ദേഹം ചിത്രരചനയെ, എൻ്റെ മോളൊരു പെയിന്റ് അടിക്കാരി ആകാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ ചിത്രരചനയെ അദ്ദേഹം വെറും ഒരു പെയിന്റ് അടിയായിട്ട് മാത്രമാണ് കാണുന്നത്. അതായത് മകള് ഒരു ചിത്രകാരിയാകുമ്പോൾ അവരുടെ സ്വന്തം വ്യക്തിത്വം അവിടെ അടയാളപ്പെടുത്തി ജീവിക്കുകയാണ്. പക്ഷേ അതിനോട് അച്ഛൻ യോജിക്കുന്നില്ല. സോ ഇത്രയും പോയിന്റ്സ് എഴുതണം. അതായത് ചിത്രരചനയെ വെറും ഒരു പെയിന്റ് അടിയായിട്ടാണ് അച്ഛൻ കാണുന്നത്. ചിത്രകാരി എന്ന് പറയുന്ന കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഫിസ. ഫിസയ്ക്ക് ജന്മനാ തന്നെ, അതായത് ഫിസയ്ക്ക് വരയ്ക്കാനുള്ള ഒരു കഴിവുണ്ട്. പക്ഷെ ഒരു കലാകാരിയായി അവളെ ജീവിക്കാൻ അന്നത്തെ അവളുടെ കുടുംബം അല്ലെങ്കിൽ സമൂഹം അംഗീകരിക്കുന്നില്ല. ഈ പോയിന്റ്സുകളൊക്കെ നിങ്ങൾ ആഡ് ചെയ്യാം. കലാകാരിയുടെ ജീവിതം മധുരം നിറഞ്ഞ നഞ്ചു പോലെയാണ്. ലളിതാംബിക അന്തർജനത്തിന്റെ ഈ നിരീക്ഷണം ചിത്രകാരി എന്ന കഥയിലെ ഫിസയുടെ ജീവിതവുമായി എങ്ങനെ ചേർത്തു വായിക്കാം? കലാകാരിയുടെ ജീവിതം മധുരം നിറഞ്ഞ നഞ്ചു പോലെയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ നമ്മുടെ ചിത്രകാരി എന്ന് പറയുന്ന കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഫിസ. അത് നമുക്ക് എവിടെ വേണമെങ്കിലും എഴുതാം, ഇല്ലേ? രണ്ടാമത് നമുക്ക് വേണമെങ്കിൽ എഴുതാം, ഈ ചിത്രരചന ഫിസയ്ക്ക് വളരെ സന്തോഷം നൽകുന്നുണ്ട്. അതായത് ഫിസയ്ക്ക് വരയ്ക്കാനുള്ള ഒരു കഴിവുണ്ട്. ആ ചിത്രരചന ഫിസയ്ക്ക് വളരെ സന്തോഷം കൊടുക്കുന്നതുമാണ്. എന്നാൽ അവളുടെ കുടുംബം വളരെ യാഥാസ്ഥിക മനോഭാവമുള്ളവരാണ്. അതായത് ആ കുടുംബത്തിലെ അവളുടെ അച്ഛനോ അല്ലെങ്കിൽ ഭർത്താവോ ആരും തന്നെ അവളുടെ ആ ഒരു കഴിവ് പ്രോത്സാഹിപ്പിക്കുന്നില്ല. എഴുതിക്കൂടെ ആ പോയിന്റ്സ് എല്ലാം തന്നെ. അപ്പം സ്വന്തമായിട്ട് കഴിവുകൾ ഉണ്ടായിട്ടും അതൊന്നും പ്രകടിപ്പിക്കാൻ പറ്റാതെ വരുന്ന ഒരു കലാകാരിയാണ് ഫിസ. ഫിസയ്ക്ക് വരയ്ക്കാനുള്ള കഴിവുണ്ട്, പക്ഷെ അന്നത്തെ യാഥാസ്ഥിക സമൂഹത്തിലാ അവളുടെ അച്ഛനോ ഭർത്താവോ ആരും തന്നെ അവൾക്ക് വേണ്ട പ്രേരണ കൊടുക്കാതെ, അവൾക്ക് വേണ്ട ഒരു പ്രോത്സാഹനം കൊടുക്കുന്നില്ല. അതായത് കഴിവുകൾ ഉണ്ടായി അത് പ്രകടിപ്പിക്കാൻ പറ്റാതെ പോകുന്ന ഒരു കഥാപാത്രമാണ് ഫിസ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇവിടെ ഫിസ നേരിടേണ്ടി വരുന്ന ഒരു സംഘർഷമാണ്, അല്ലേ? അതായത് ഈ ഒരു കഥയിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്, ചിത്രകാരി എന്ന കഥയിൽ ഫിസ നേരിടുന്ന ആന്തരികവും ബാഹ്യവുമായ സംഘർഷം. ബാഹ്യ സംഘർഷം നമുക്കറിയാം, കലയെ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാത്ത കുടുംബ പശ്ചാത്തലമാണ് ഫിസയുടേത്, അല്ലേ? അതുപോലെ ഉപ്പയുടെയും ഭർത്താവിന്റെയും സഹോദരന്റെയും സമൂഹത്തിന്റെയും ഒക്കെ വിലക്കുകൾ, ഇതൊക്കെ ബാഹ്യ സംഘർഷത്തിൽ പെടും. അതായത് ഫിസ എന്ന് പറയുന്ന ഒരു കലാകാരി അവർ അനുഭവിക്കേണ്ടി വരുന്ന ബാഹ്യ സംഘർഷങ്ങളാണ് ഇതിൽ. അതായത് കലയെ അംഗീകരിക്കുന്നില്ല, സ്ത്രീ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നില്ല, കഴിവുകളുണ്ട്, അത് പ്രകടിപ്പിക്കാനും അവളുടെ കുടുംബം അവളെ അനുവദിക്കുന്നില്ല. ഇത് ബാഹ്യ സംഘർഷമാണ്. പക്ഷെ ആന്തരിക സംഘർഷം എന്താ? സ്വന്തമായിട്ട് കഴിവുണ്ടായിട്ടും അത് പ്രകടിപ്പിക്കാൻ പറ്റാതെ, അതായത് സ്വന്തം സ്വപ്നങ്ങൾ പുറത്തെടുക്കാൻ പറ്റാതെ പോകുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ വിഷമം അതാണ്. അതുപോലെ കുടുംബത്തോടുള്ള സ്നേഹം, കലയോടുള്ള പ്രണയം, രണ്ടും കൂടെ ചേർന്നിട്ടൊരു ആന്തരിക യുദ്ധം നടക്കുകയാണ്. കുടുംബത്തോട് സ്നേഹമുണ്ട്, പക്ഷെ കലയോട് പ്രണയവുമുണ്ട്. അപ്പൊ സ്വന്തം സ്വപ്നങ്ങൾ പുറത്താക്കാൻ, പ്രകടിപ്പിക്കാൻ പറ്റാതെ പോകുന്ന ഒരു പെൺകുട്ടിയുടെ വിഷമം അതാണ് ആന്തരിക സംഘർഷം. അപ്പൊ ബാഹ്യ സംഘർഷവും ആന്തരിക സംഘർഷവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് ചിത്രകാരി എന്ന കഥയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്.
അടുത്തത് ഫിസ എന്ന് പറയുന്ന കഥാപാത്ര നിരൂപണം ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് എഴുതാം. അതായത് ഈ ചിത്രകാരി എന്ന് പറയുന്ന കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ഫിസ. ഫിസയ്ക്ക് കലയോട് അമിതമായിട്ടുള്ള സ്നേഹമുണ്ട്. പക്ഷേ അതേസമയം അവൾ ജനിച്ചത് ജീവിക്കുന്നത് ഒരു യാഥാസ്ഥിക കുടുംബത്തിലാണ്. അതുകൊണ്ട് ആ കഴിവുകൾ അവൾക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. എഴുതിക്കൂടെ? അതോ ചിത്രരചനയെ വെറും ഒരു പെയിന്റ് അടിയായിട്ട് മാത്രമാണ് അവളുടെ കുടുംബം കാണുന്നത്. പക്ഷെ ഫിസ അപ്പോഴും പോരാടുന്നുണ്ട്. ഫിസയുടെ ഉള്ളിൽ ഒരു സംഘർഷം നടക്കുന്നുണ്ട്. അതായത് കുടുംബത്തോടുള്ള സ്നേഹവും കലയോടുള്ള സ്നേഹവും രണ്ടും കൂടി ഒരു ആന്തരിക സംഘർഷത്തിൽ കൂടിയാണ് ഫിസ എന്ന് പറയുന്ന പെൺകുട്ടി കടന്നു പോകുന്നത്. പക്ഷേ ഇത്രയും സംഘർഷമുണ്ടെങ്കിലും അവള് തന്റെ ചിത്രകാരിയെ പൂർണ്ണമായിട്ടും അവൾ ഉപേക്ഷിക്കുന്നില്ല. അവള് സമയം കിട്ടുമ്പോഴൊക്കെ വരയ്ക്കുന്നുണ്ട് ഇല്ലേ? അതായത് അടിച്ചമർത്തപ്പെട്ട ഒരു സ്ത്രീത്വം, അതുപോലെ പുരുഷാധിപത്യ സമൂഹത്തിലും യാഥാസ്ഥിതികതയിലും ശ്വാസം മുട്ടുന്ന ആധുനിക പെൺകുട്ടികളുടെ ഒരു പ്രതിനിധിയാണ് ഫിസ. ഇത് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പുരുഷാധിപത്യ സമൂഹമാണ് അച്ഛന്റെ അല്ലെങ്കിൽ ഭർത്താവിന്റെ അവരുടെ ആധിപത്യമുള്ള ആ ഒരു സമൂഹത്തില് യാഥാസ്ഥിക മനോഭാവമുള്ളവരാണ്. അവിടെ കിടന്ന് ശ്വാസം മുട്ടുകയാണ് ഫിസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിന് സാധാരണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതേപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാ പേജും അതുപോലെ ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.